കണ്ണൂർ മേയർ ടി.ഒ. മോഹനൻ രാജിവെച്ചു. യു.ഡി.എഫ് തീരുമാനപ്രകാരം മേയർ സ്ഥാനം മുസ്ലിം ലീഗിന് കൈമാറുന്നതിനാലാണ് രാജി. ലീഗിന്റെ കടുത്ത സമ്മർദ്ദത്തിനൊടുവിലാണ് മേയർ സ്ഥാനം കൈമാറാൻ കോൺഗ്രസ് തയ്യാറായത്. അതേസമയം അവസാന കൗൺസിൽ യോഗത്തിൽ മേയർക്കെതിരെ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഉയർന്നുവന്നു. മേയർ സ്ഥാനം പങ്കിടാമെന്ന മുൻധാരണയിൽ നിന്നും കോൺഗ്രസ് പിന്നോക്കം പോയതോടെ ലീഗ് കടുത്ത സമ്മർദ്ദവുമായി രംഗത്തെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് 3 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ് പ്രതിനിധിയായ മേയർ ടി.ഒ. മോഹനൻ രാജിവെച്ചത്. ബാക്കിയുള്ള 2 വർഷം മുസ്ലിം ലീഗ് പ്രതിനിധി മേയറാകും. വാർത്താ സമ്മേളനം വിളിച്ചാണ് ടി.ഒ. മോഹനൻ രാജി പ്രഖ്യാപിച്ചത്. സ്വന്തം പാളയത്തിനകത്ത് നിന്ന് തന്നെയാണ് തുടക്കം മുതൽ തനിക്കെതിരെ നീക്കമുണ്ടായതെന്ന് ടി.ഒ. മോഹനൻ പറഞ്ഞു. ഞാൻ ചുമതല ഏറ്റെടുത്ത സമയത്ത് പല ഘട്ടങ്ങളിൽ പറഞ്ഞു, 3 മാസത്തിലധികം ഈ പദവിയിൽ ഇരിക്കാൻ ഞാൻ വിടില്ല. ആ നിലയിലായിരുന്നു സമ്മർദ്ദങ്ങൾ. ആ സമ്മർദ്ദത്തിനൊന്നും ഞാൻ വഴിപ്പെട്ടിട്ടില്ല. പള്ളിക്കുന്ന് പഞ്ചായത്തിൽ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ 2.5 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് അതുപോലെ സമ്മർദ്ദത്തിൽപ്പെടുത്തി അദ്ദേഹത്തെ കൊണ്ട് അവസാനം രാജി വെപ്പിച്ച് ആ പ്രസിഡന്റ് പദവിയിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ട്. പിന്നീട് തുറന്നു പോകുമ്പോൾ അവസാനം തുറന്നു പോകാൻ പറ്റാത്തതിന് പേരിൽ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹവും രാജിവെച്ച് പോയിട്ടുണ്ട്. അതേസമയം രാജിക്ക് മുൻപായുള്ള അവസാന കൗൺസിൽ യോഗത്തിൽ മേയർക്കെതിരെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.കെ. രാഗേഷ് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. മേയർ സ്വജനപക്ഷപാതവും അഴിമതിയും നടത്തിയെന്നായിരുന്നു ആരോപണം. കണ്ണൂർ കോർപ്പറേഷൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച മേയറാണ് പടിയിറങ്ങിയതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ആരോപണങ്ങളിൽ അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഈ മഞ്ചപ്പാലത്തെ STP പ്ലാന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസിൻ്റെ മുമ്പിൽ കേസ് നിലവിലുണ്ട്. അതുൾപ്പെടെ ഇപ്പോൾ ഇന്നത്തെ യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ അവരുടെ മുന്നണിയുടെ തന്നെ ഭാഗമായിട്ടുള്ള പി.കെ. രാഗേഷ് ഉന്നയിച്ചിട്ടുള്ള വളരെ ഗൗരവമേറിയിട്ടുള്ള ചില ആക്ഷേപങ്ങളുണ്ട്. അതുൾപ്പെടെ ഈ 3 വർഷക്കാലം ഉണ്ടായിട്ടുള്ള അഴിമതി ഉൾപ്പെടെ അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. പുതിയ മേയർ ആരായിരിക്കുമെന്ന് മുസ്ലിം ലീഗ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. കൈരളി ന്യൂസ്, കണ്ണൂർ.